ലോകത്തെല്ലാ ഭാഗത്തും കാലാവസ്ഥ മാറ്റമുണ്ട്. വേനൽ കഴിഞ്ഞാൽ മഴ കഴിഞ്ഞൊരു തണുപ്പ്. നമുക്ക് വാസ്തവത്തിൽ അങ്ങനെ ഒരു ശൈത്യകാലം കേരളത്തിന് ഇല്ല. ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും സുഖകരമായ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ് കേരളം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലും ന്യൂസിലാൻഡിലും ഒക്കെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. ദുരിതമാണ്. 6 മാസത്തോളം പുറത്തിറങ്ങാൻ തന്നെ പ്രയാസം വരുന്ന രീതിയിലാണ്. പെരയ്ക്കകത്ത് തന്നെ ഇരിക്കണം. വളരെ കടുത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പ് കൊണ്ട് പൊള്ളും. ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ ടാക്സിയിലേക്ക് ആളുകൾ ഓടിയാണ്, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലാവസ്ഥയുടെ പീഡനമൊന്നും നമ്മൾ കേരളീയർക്കില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴക്കാല രോഗം, വേനൽക്കാല രോഗം, ഇങ്ങനെ കാലാവസ്ഥ നമ്മളെ രോഗിയാക്കുന്നതാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മഴ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരാഹ്ലാദമാണ്. പിള്ളേർ തുടങ്ങി മുതിർന്നവർക്കും എല്ലാം മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം കടലാസ് തോണികളുണ്ടാക്കി ഓലപ്പുരയാണ്. ഈ ഓലയുടെ ഓലയുടെ നാണ്ട് കിടക്കുന്ന വള്ളികളിലൂടെ വെള്ളം ഇങ്ങനെ വീഴുന്നത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിൽ പതുക്കെ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. വീട്ടിലാരും കാണുന്നില്ല എങ്കിൽ പതുക്കെ കുറച്ചുകൂടെ കൈ നീട്ടി നോക്കും. പിന്നെ കാല് വയ്ക്കും. എന്നിട്ടും ആരും കണ്ട് ബഹളം വെക്കുന്നില്ലെങ്കിൽ പിന്നെ മഴയത്ത് അങ്ങ് ഇറങ്ങും. അത് 2 അടിയും കൊള്ളും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പനി പിടിക്കും. എല്ലാ കുട്ടികൾക്കൊന്നും പനി പിടിക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് മഴ കൊള്ളുന്ന കുട്ടികൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. പനി പിടിച്ചാൽ തന്നെ ആ പനിയോടെ തീരും ആ സീസണിലെ അസ്വസ്ഥതകൾ. അത് കഴിഞ്ഞ് പിന്നെ മഴ കൊണ്ടില്ലേലും പിന്നെ പനിയൊന്നും അങ്ങനെ വരാറില്ല. മുതിർന്നവരാണെങ്കിൽ ഊത്ത പിടിക്കാൻ പോകും. മഴയത്ത് തോട്ടിൽ നിന്ന് കുളങ്ങളിൽ നിന്നൊക്കെ വരാലും മറ്റു മത്സ്യങ്ങളെല്ലാം വെള്ളത്തിലേക്ക് വരും. നമ്മുടെ പറമ്പുകളുടെ ഭാഗത്തൂടെ വരാതിനൊക്കെ പിടിക്കാൻ. എൻ്റെ ഓർമ്മയിൽ തവള പിടിക്കാൻ നടക്കുന്ന രാത്രി ഗ്യാസ് ലൈറ്റുമായിട്ട് മാക്രോ എന്ന് പറഞ്ഞിട്ട് ചാക്കുമായിട്ട് ആൾ പോകുന്ന ഓർമ്മയൊക്കെ ഉണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് മഴ പെയ്യുന്നതെങ്കിൽ പലപ്പോഴും കുട കൊണ്ട് കുത്തലൊക്കെ ഉണ്ടാവും. ഒരുത്തൻ്റെ കുട ഇങ്ങോട്ട് മുട്ടി, അങ്ങോട്ടൊരു കുത്ത് കൊടുത്തു, അവൻ ഇങ്ങോട്ട് നല്ലൊരു കുത്ത് തന്നു. എങ്ങനെയായാലും മഴ നനഞ്ഞ്, കുടയുണ്ടെങ്കിലും മഴ നനഞ്ഞാൽ വരിക. പലപ്പോഴും കുട എടുക്കില്ല. കുട എടുത്താൽ തന്നെ മറക്കും. അല്ലേ? കുട മറക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു കുടയെങ്കിലും മറന്നു കളയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടാവില്ല. പണ്ട് ഒരപ്പച്ചൻ രാത്രി കുടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, മക്കളല്ലേ പറയണത് അപ്പച്ചൻ കുട കൊണ്ടുപോകണ്ട, അപ്പച്ചൻ മറക്കുമെന്ന്. ഇന്ന് അപ്പച്ചൻ മറക്കാതെ കുട തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ പറഞ്ഞു, അപ്പച്ചൻ കുടയിന്ന് കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ കുടയുമായി ബന്ധപ്പെട്ട നമുക്ക് നല്ല ഫലിതങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ കുട എടുക്കുകയല്ല, ചിലപ്പോൾ എടുക്കാൻ മറന്നതായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സിൽ വെച്ച് മറക്കും. നടക്കുന്ന വഴി ഇടയ്ക്ക് വെച്ച് മഴ പെയ്താൽ പുസ്തകം ഷർട്ടിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് പുസ്തകം നനയാണ്ട് വീട്ടിലേക്കൊരു ഓട്ടോ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഓട്ടോ ഒന്നുമില്ല. അവർ ബസ്സിലാണ് പോരുന്നത്, അല്ലെങ്കിൽ വാനിലാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ തലമുറയ്ക്ക് വരെ അത്തരത്തിലുള്ള രസകരങ്ങളായ നിരവധി ഓർമ്മകളുണ്ട്. ഇനി മഴയൊന്ന് മാറി നിൽക്കുന്ന ദിവസമാണെങ്കിലും വഴിയിൽ വെള്ളം ഉണ്ടാകും. ഇപ്പോഴത്തെ വഴികളിലൊന്നും വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുകയല്ല. ടാറിട്ട കുഴികളിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ നടുവൊടിയാനല്ലാണ്ട് അതിൽ നമുക്ക് ചെറുപ്പത്തിൽ കളിച്ച പോലെ ഒന്നും കളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ചില ബിരുദന്മാർ കുഴിയുണ്ടാക്കി വെക്കും. ആരെങ്കിലുമൊക്കെ വീണ കണ്ട് രസിക്കാൻ നോക്കും. ചിലപ്പോൾ 2 അടിയും കിട്ടും.
വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടി വന്ന് കുഴി കിടക്കുന്ന വെള്ളം ഒരു കാലം കൊണ്ട് ഒന്ന് തെറ്റിച്ച് മറ്റേ കാലം കൊണ്ട് അടിച്ച് പട്ടേ എന്ന് പറഞ്ഞൊരു പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കുന്നതൊക്കെ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെയാണ് പ്രകൃതി നിരീക്ഷണം. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ പ്രകൃതിക്കൊരു ഉത്സാഹമുണ്ട്. അതേവരെയുള്ള പ്രകൃതിയല്ല മഴ പെയ്തു കഴിഞ്ഞാലുള്ള പ്രകൃതി. അതേവരെയുള്ള ഇലകളുടെ നിറമല്ല മഴ പെയ്തു കഴിഞ്ഞാലുള്ള നിറം. പ്രകൃതിക്കൊരു ഉത്സവമാണ് മഴ. മനുഷ്യൻ മാത്രമാണ് കുടയം പിടിച്ച് നടക്കുന്ന ഏക ജീവി. കാട്ടിലെ ആന കുട പിടിച്ച നടക്കണേ, വീട്ടിലെ നായ. പക്ഷേ ആ കുടയൊന്നും തരുമോ? ഒരാളെ കടിക്കാൻ പോകാനാ കുട ചോദിക്കുമോ? ഇല്ല. ചെടികള്, മരങ്ങള് കുടയും പിടിച്ചാ നിൽക്കുന്നേ. പ്രകൃതിയിലെ ജീവികളെല്ലാം പ്രകൃതിയുടെ താളവുമായി താളമാറ്റങ്ങളുമായി ചേർന്ന് പോകുന്നവയാണ്. അവയ്ക്കതൊരു ദുരിതമല്ല, അവയ്ക്കതൊരു രോഗമല്ല. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി മനുഷ്യൻ മഴ പെയ്യുമ്പോൾ മഴക്കാല രോഗം, എന്തൊക്കെ രോഗമാണ്? എലിപ്പനി, ഡോങ്കിപ്പനി, പൂച്ചപ്പനി, അതെ, ചെള്ളുപനി, പന്നിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, എന്തൊക്കെ തരം പനികളാണ്. പറയുന്നത് കേട്ടാൽ ഈ മഴ പെയ്യുന്നത് പനികളായിട്ടാണ്, വെള്ളത്തുള്ളികളായിട്ടല്ലാന്ന് തോന്നും. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. ഒരു മഴക്കാല പൂർവ്വ ശുദ്ധീകരണം, മഴക്കാല ശുദ്ധീകരണം, മഴക്കാല ജാഗ്രത, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ മുഴുവൻ കാര്യങ്ങളില്ലാന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു ശതമാനവും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്.